നമസ്കാരം. 3 മണി ബുള്ളറ്റിനിൽ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ന്യൂസ് മലയാളം കടക്കുന്നത്. തലക്കെട്ടുകളൊന്നുമില്ലാതെ ആ വാർത്തയിലേക്ക് കടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതിയുമായി മറ്റൊരു പെൺകുട്ടി രംഗത്ത്. മുറിയിൽ കയറ്റി ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. സംസ്ഥാനത്ത് പുറത്ത് താമസിക്കുന്ന 23-കാരിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സണ്ണി ജോസഫ് എന്നീ നേതാക്കൾക്കാണ് പെൺകുട്ടി പരാതി അയച്ചത്. വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. മുറിയിൽ വെച്ച് ക്രൂരമായി ആക്രമിച്ച് ശരീരമാകെ മുറിവേൽപ്പിച്ചു. ശാരീരികവും മാനസികവുമായ ക്രൂര പീഡനം നേരിട്ടെന്ന് പെൺകുട്ടി പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി VS അനുവും ലിജോ വർഗീസുമാണ് ചേരുന്നത്. ആദ്യം VS അനുവിലേക്ക് പോവുകയാണ്. അനു, ക്രൂരമായ പ്രവൃത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന ജനപ്രതിനിധി ചെയ്തിട്ടുള്ളത്. ഒരു പെൺകുട്ടിക്ക് നേരെയല്ല, പല പെൺകുട്ടികൾക്ക് നേരെ ഇയാൾ ഇമ്മട്ടിൽ ക്രൂരത ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ ഇതാ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പരാതിയുടെ വിശദാംശങ്ങളിലേക്ക് ആദ്യം. അഖില, ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു പരാതിയാണ് ഈ 23-കാരി, അതായത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പരാതിക്കാരിയും ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് അയച്ചിരിക്കുന്നത്. സണ്ണി ജോസഫ്, അതുകൂടാതെ തന്നെ MP-മാരായ രാഹുൽ ഗാന്ധി, അതുകൂടാതെ പ്രിയങ്ക ഗാന്ധി എന്നിവർക്കാണ് ഇമെയിൽ മുഖാന്തരം പരാതി അയച്ചിരിക്കുന്നത്. ഈ ഇമെയിൽ വായിച്ചാൽ അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകൾ പെൺകുട്ടി ഈ കാര്യങ്ങൾ പറയുന്നു. ഇൻസ്റ്റഗ്രാം വഴി മുഖേനയാണ് രാഹുൽ തന്നോട് സൗഹൃദം സ്ഥാപിച്ചത്. അതിനുശേഷം തൻ്റെ ഫോൺ നമ്പർ വാങ്ങി തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പെൺകുട്ടിയോട് പറയുന്നു. ഇക്കാര്യം വീട്ടുകാർ, രാഹുലിൻ്റെ റിലേറ്റീവ്സ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനുള്ള താല്പര്യം രാഹുലിൻ്റെ റിലേറ്റീവ്സ് ഉൾപ്പെടെയുള്ളവർ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറയുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരനെ അല്ലെങ്കിൽ കൃത്യമായ ഒരു സ്ഥിര ജോലി ഇല്ലാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിനുള്ള എതിർപ്പ് ഈ കുടുംബം ആദ്യം ഈ പെൺകുട്ടിയോട് പറയുന്നുണ്ടെങ്കിലും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായി, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതമാണ് എന്നുള്ള സമ്മതം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ നൽകിയത്. അതിനുശേഷം ഇവർ കല്യാണം കഴിക്കും എന്നുള്ള, അല്ലെങ്കിൽ കല്യാണത്തിന് രണ്ട് വീട്ടുകാരും സമ്മതിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഇതിനിടയിൽ പെൺകുട്ടി നാട്ടിലെത്തിയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൂടെ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയതും അവിടെ നിന്നും ഒരു കാറിൽ പെൺകുട്ടിയെ കയറ്റി ഒരു ഇടത്തേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ള ഒരു റിസോർട്ടിൽ, ഹോം സ്റ്റേ എന്നാണ് ഇത് പറയുന്നത്, ഈ ഹോം സ്റ്റേയിലേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ടാണ് അതിക്രൂരമായി ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തത് എന്നാണ് പെൺകുട്ടി പരാതിയിൽ പറയുന്നത്. കാരണം ഈ കൊണ്ടുപോയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഫെനി നൈനാൻ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. ഫെനി നൈനാനാണ് കാർ ഓടിച്ചത്. അങ്ങനെ ഈ 3 പേരും കൂടെ റിസോർട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഫെനി നൈനാൻ മാറുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ റൂമിൽ കയറ്റുകയും അവിടെ വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും